ശിവലിംഗം നേരിട്ട് ദർശിക്കാൻ സാധിക്കാത്ത ഏക ക്ഷേത്രം കേരളത്തിലെ തൃശൂർ ജില്ലയിലെ തൃശൂരിൽ ശിവഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമാണ് വടക്കുംനാഥൻ ക്ഷേത്രം. പാർവതി സമേതനായി കൈലാസത്തിൽ അമരുന്ന സദാശിവൻ എന്നതാണ് പ്രതിഷ്ഠാ സങ്കല്പം. പരബ്രഹ്മ സങ്കല്പവുമുണ്ട്. മറ്റ് ശിവക്ഷേത്രത്തെ പോലെ ഇവിടെയും ശിവലിംഗമാണ് പ്രതിഷ്ഠ. എന്നാൽ ദിവസേന നടക്കുന്ന നെയ്യ് അഭിഷേകം കാരണം ശിവലിംഗം കാണാൻ സാധിക്കില്ല. അഭിഷേകം ചെയ്തതിനു ശേഷം നെയ്യ് നീക്കം ചെയ്യില്ല എന്നുള്ളതാണ് ഇതിനുള്ള കാരണം. കേരളത്തിലെ എല്ലാ പൂരങ്ങളുടെയും അമ്മ എന്നാണ് തൃശ്ശൂർ പൂരം അറിയപ്പെടുന്നത്. പൂരങ്ങളുടെ പൂരം എന്ന് വിളിക്കുന്നു. മലയാള മാസമായ മേടത്തിലാണ് വടക്കുംനാഥന്റെ മണ്ണിൽ ഇത് നടത്തുന്നത്. വിശ്വാസമനുസരിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ ഭഗവാൻ പരശുരാമൻ നിർമ്മിച്ച ആദ്യത്തെ ക്ഷേത്രമാണിത്. കേരളത്തിന്റെ വാസ്തുവിദ്യാ ശൈലിയുടെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഈ മഹാക്ഷേത്രം. കൂത്തമ്പലത്തിന് പുറമെ 4 വശങ്ങളിലും ഓരോ സ്മാരക ഗോപുരവും ഉണ്ട് കേട്ടോ. മഹാഭാരതത്തിലെ വിവിധ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന ചുവർ ചിത്രങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കാണാൻ സാധിക്കുന്നതാണ്. ശ്രീകോവിലുകളിലും കൂത്തമ്പലത്തിലും മരത്തിൽ കൊത്തിയെടുത്ത ചിത്രങ്ങളുമുണ്ട്. വടക്കുംനാഥ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള തേക്കിൻകാട് മൈതാനം പ്രശസ്തമായ തൃശ്ശൂർ പൂരം ഉത്സവത്തിന്റെ പ്രധാന വേദിയാണ്. ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന പ്രധാന ഉത്സവം മഹാശിവരാത്രിയാണ്. ക്ഷേത്ര പരിസരത്ത് സാംസ്കാരിക സംഗീത പരിപാടികൾ നടക്കുന്നു. ഉത്സവത്തിൽ ഏകദേശം 1 ലക്ഷം ക്ഷേത്ര വിളക്കുകൾ കത്തിക്കുന്നു. ഈ ദിവസം നെയ്യും ഇളം തേങ്ങയും ഉപയോഗിച്ച് ലിംഗത്തിൽ തുടർച്ചയായി അഭിഷേകം നടത്തുന്നു. രാത്രിയിൽ ക്ഷേത്രം അടയ്ക്കില്ല കേട്ടോ. ആ ദിവസം അഭിഷേകത്തോടെ പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കും. അതേപോലെ ക്ഷേത്രത്തിലെ 2ാമത്തെ വലിയ ഉത്സവമാണ് ആനകൾക്ക് ഭക്ഷണം നൽകുന്ന ആനയൂട്ട്. ഈ മഹാക്ഷേത്രത്തിലെ ദർശന സമയം എല്ലാ ദിവസവും പുലർച്ചെ 4 മുതൽ രാവിലെ 11 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 വരെയുമാണ്. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്നും കേവലം 1.4 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു ക്ഷേത്രത്തിലേക്ക്. ഒരു 40 രൂപ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഓട്ടോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാനായി സാധിക്കുന്നതാണ്. എല്ലാ ഭക്തർക്കും വടക്കുംനാഥന്റെ പൂർണ്ണ അനുഗ്രഹവും സംരക്ഷണയും എന്നും ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ.